ശ്രീജിത്ത് പറയുകയായിരുന്നു അവിടെ ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ശാന്തമാണ് അവിടം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും അവിടെ കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. സഭയിൽ പ്രത്യേക ബ്ലോക്കിലാണ് ഇരിപ്പിടമുള്ളത്. പുറത്ത് എന്താണ് അവസ്ഥ? ആസ്മിത, നിയമസഭാ നടപടികൾ ആരംഭിച്ച കുറച്ച് മിനിറ്റുകൾക്കകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ഈ ആദ്യ ദിവസം തന്നെ രാഹുൽ ഇവിടേക്ക് എത്താൻ ഉള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇന്ന് മറ്റ് സഭാ നടപടികൾ ഒന്നും തന്നെ ഇല്ല. അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിയും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് ഇടയുണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരുപക്ഷെ ഈ അന്തിമോപചാരം നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഉള്ള ഒരു പ്രതിഷേധത്തിന് ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലൊക്കെ തന്നെ ഇനി വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളാണ്. പക്ഷേ ഇന്ന് നിർണായകമായ KPCC ഭാരവാഹി യോഗം ഉൾപ്പെടെ നടക്കുന്ന ഒരു ദിവസം കൂടി രാഹുൽ സഭയിലെത്തുമ്പോൾ അത് പാർട്ടിയെ തന്നെ രാഹുൽ വെല്ലുവിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നേരത്തെ രാഹുൽ സഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് കൃത്യമായൊരു വ്യക്തതയില്ലായിരുന്നു. മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു രാഹുലുമായിട്ട്. പക്ഷേ ഇന്ന് സഭയിൽ എത്തില്ല. ഈ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് മുന്നിൽ വച്ചത്. പക്ഷേ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയിരിക്കുന്നു. നാളെയായിരിക്കും സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നത്. ഈ വരുന്ന 12 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഈ 12 ദിവസവും രാഹുൽ സഭയിൽ പങ്കെടുക്കുമോ? രാഹുലിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും? തുടർ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതായി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഒരു പ്രത്യേക ബ്ലോക്ക് നിശ്ചയിച്ചാണ് നിയമസഭയിൽ ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക ബ്ലോക്കിലേക്ക് നേരത്തെ കോൺഗ്രസിന് വേണ്ടി വലിയ രീതിയിൽ പ്രതിരോധം തീർത്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിലെ അംഗങ്ങളിൽ നിന്നും വിട്ടുമാറി മറ്റൊരു പ്രത്യേക ഒരു ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ ഭരണപക്ഷത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുമെന്ന് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിന്റെ പുരോഗതി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഈ നടപടികളൊക്കെ തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏറ്റവും നിർണായകമാണ്. എല്ലാത്തിനും അപ്പുറം VD സതീശൻ എന്ന വ്യക്തി, അദ്ദേഹം ഈ വിഷയത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ചൊരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും അല്ലെങ്കിൽ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ VD സതീശൻ സ്വീകരിച്ചത്. പക്ഷേ പാർട്ടിയിൽ തന്നെ അക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. രാഹുലിനേക്കാൾ ഗുരുതരമായ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ നേരിടുന്ന മറ്റ് MLA മാർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നതിൽ തടസ്സമില്ല എന്നതാണ് മറ്റ് ചില അല്ലെങ്കിൽ ആ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രത്യേകിച്ച് A ഗ്രൂപ്പ് വാദിച്ചൊരു കാര്യം. അത്തരത്തിലൊരു ചില നേതാക്കളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ആ പിന്തുണ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പിന്തുണ കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്നത്തെ സഭാ നടപടികൾ അവസാനിക്കും. ഈ സഭാ നടപടികൾക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷ പ്രതിഷേധം നിയമസഭയിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. ആ വിഷയം ഒന്നാകെ CPIM ഏറ്റെടുത്തു. ഒപ്പം പല ജില്ലകൾ തോറും വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉണ്ടായി. അത് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം വലിയ ആയുധമാക്കി. വരുന്ന നിയമസഭാ സമ്മേളന കാലത്തും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുവരുന്ന വലിയ വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിന്റെയും തീരുമാനം. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടിയെയും മുന്നണിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനം ഇന്ന് ആദ്യമായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് പോലും രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയായിരുന്നു. 9 മണിക്ക് മുമ്പ് ഈ നേതാക്കളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അവ്യക്തത അല്ലെങ്കിൽ കൃത്യമായൊരു ആശയവിനിമയം നേതാക്കൾ നടത്തിയിരുന്നില്ല. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി തന്നെ ആ സസ്പെൻസുകളെല്ലാം തന്നെ പൊളിച്ചുകൊണ്ട് 9:05 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുള്ളത്. ഭരണപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള
ഒരു നിലപാട് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ളത് നിലവിൽ ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളുടെ രേഖാമൂലമുള്ള പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഒപ്പം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും കൃത്യമായി ഒരു അന്വേഷണത്തിൽ പോലും വലിയ വെല്ലുവിളികൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. കാരണം ഈ കൃത്യമായൊരു പരാതികൾ ലഭിക്കാതെ, മൂന്നാം കക്ഷികളുടേതല്ലാത്ത പരാതികൾ ലഭിക്കാത്ത ആ ഒരു നിലയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ കാര്യത്തിലുള്ളത്. അതൊക്കെ തന്നെ തനിക്ക് നേട്ടമാണ്, അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അത്തരത്തിലൊരു ഘടകങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു എംഎൽഎക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ ധാർമ്മികപരമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള നിലപാട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ നിയമസഭാ നടപടികൾ അവസാനിക്കും. അതിനുശേഷമായിരിക്കും ഈ സഭയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യവും അറിയാൻ കഴിയുന്നത്. ഈ സഭാ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് KPCC ഭാരവാഹി യോഗം തലസ്ഥാനത്ത് നടക്കുന്നത്. ഈ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്. ഇത്തരത്തിൽ രാഹുലിന്റെ ഒരു നീക്കം കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കാനാണോ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഇന്നത്തെ യോഗം എത്തിയേക്കും. കാരണം അത്തരത്തിൽ ഒരു നിലപാടുള്ള നേതാക്കളും കോൺഗ്രസിലുണ്ട്. കാരണം ഇത്തരത്തിലൊരു യോഗം നടക്കുന്നു. ഒപ്പം ഇനി വിവാദങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തിയിരിക്കുന്നു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.